പറടാ പുല്ലേ, ഏത് മറ്റവന്റെ നക്കാപ്പിച്ച് മേടിച്ചിട്ടാ നീ കൊച്ചുഞ്ഞിനെ നെഞ്ചത്തോടെ ഇത് കയറ്റി ഇറക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്? പറയാൻ. വല്യമ്മാവന്റെ സപ്തതി ഈ നിൽക്കുന്ന കൊച്ചനിയന്റെ അടിയന്തരം ഒരുമിച്ചുണ്ടിട്ട് നീയൊക്കെ അടങ്ങും അല്ലടാ ചേട്ടൻ കഴിവറണ പോലെ. അനങ്ങരുത്. കൊച്ചുഞ്ഞിന് നേരെ കൈയൊങ്ങാൻ വന്നാലുണ്ടല്ലോ, വടക്കൻ വീട്ടിലെ IAS ആണെന്നും പറഞ്ഞ് നടക്കുന്ന നിന്റെ നാക്ക് ചവിട്ടിക്കുട്ടി അണ്ണാക്കി തിരികെ ഞാൻ. നീ ഇതിൽ ഇടപെടണ്ട. നല്ലൊരു ദിവസമായിട്ട് മൂക്കറ്റൻ കള്ളം മോന്തി കേറി വന്ന് താൻ തോന്നിത്തരം കാണിച്ചാലുണ്ടല്ലോ. നീ എന്റെ മോനെ തല്ലി അല്ലടാ തന്തയ്ക്ക് പറക്കാത്തവനെ. തന്തയ്ക്ക് പറഞ്ഞവനായതുകൊണ്ടാ തല്ലിയത്. ഈ തന്തയ്ക്ക് വേണ്ടെങ്കിൽ മാറി നിൽക്ക്. അങ്ങനെ എല്ലാരും തല്ലി ആണത്തം കാണിക്കാനാണെങ്കിൽ അത് നീ എന്നെ തല്ലടാ. കൊച്ചിനെ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിച്ചതല്ല, പിടിപ്പിച്ചതാ. ഈ നിൽക്കുന്ന അപ്പന്റെ ആ നിൽക്കുന്ന മോൻ. കാണു അമ്മച്ചിക്ക്. ഞാൻ പറഞ്ഞതിന്റെ ബാക്കി ഇവൻ പറയും. പറയടാ പന്നി. പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. ഞാൻ പറഞ്ഞോളാം. സാറിനെ കൊല്ലാൻ എനിക്ക് 1.5 ലക്ഷം രൂപ തന്നത് ഈ SP സാറാ. എടാ കേട്ടല്ലോ, വടക്കൻ വീട്ടിലെ അമ്മാവന്മാരും ചേട്ടായിമാരും ഒക്കെ ഈ കൊച്ചനിനെ വളർത്താനല്ല കൊല്ലാനാ ഇവന് കാശിന് കൊടുത്തത്. അത് എന്നാത്തിന്റെ പേരിലാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്നാടാ ഇവൻ ഈ പറഞ്ഞൊക്കെ നേരാണോ? നേര് തന്നെ. വല്യപ്പന്റെ ഒസിയത്ത് പ്രകാരം ഈ കാണുന്നതെല്ലാം വിഹിതം വെക്കാൻ ഇവനുണ്ടെങ്കിലേ മതിയാവുന്നുള്ള അഹങ്കാരം വെച്ച് പിന്നെയും ഇത്രയും മീശ മുളച്ചോമാരെ കൊരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഇവൻ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാമെന്ന് ഞങ്ങൾ തന്നെയാ തീരുമാനിച്ചത്. പ്രൈവറ്റ് ഹാർബറിന് വേണ്ടി 300 കോടിയുടെ ഷെയർ ഒപ്പിട്ടതും 30 കോടി അഡ്വാൻസ് കൊടുത്തതും എല്ലാം കൂടെ ചേർത്ത് സായിപ്പിന്റെ കോത്താഴത്തി എഴുതിത്താണെന്ന് തോന്നിയില്ല. എനിക്ക് മാത്രമല്ല ഇവന്മാർക്കും. ഇല്ലെന്ന് ഇവര് പറയട്ടെ. എങ്ങനുണ്ടമ്മാവാ സ്വത്തും സമ്പാദ്യം സ്വന്തമാക്കാൻ വടക്കൻ വീട്ടിലെ തമ്പ്രാക്കന്മാരെ നല്ല കുഞ്ഞാടുകളെ വളർത്തിയ മക്കൾ ആവർത്തിച്ച് കലയിക്കുന്ന സ്വപ്നം കണ്ടപ്പോ അതിൽ ഇങ്ങനൊരു സീൻ കണ്ടിരുന്നോ? സ്വന്തം കൂടപ്പുറപ്പിനെ കൊന്നു തള്ളാൻ കൊട്ടേഷൻ പാർട്ടിക്ക് കാശെണ്ണി കൊടുക്കുന്ന സീൻ. തറവാടും തന്തമാരും അന്നും ഇന്നും ഒന്ന് തന്നെ ആയതുകൊണ്ട് ചിലപ്പോ കണ്ടു കാണും. പണ്ടും അത് തന്നെയാണല്ലോ ശീലം. കൊന്നു തള്ളാൻ കാശെണ്ണി കൊടുക്കുന്നത് ഇതാദ്യമായിട്ടല്ലോ. ആണെന്ന് പറയാൻ പറ്റുമോ വല്യമ്മാവന്? ഈ താന്തോതിയുടെ മുഖത്ത് നോക്കി നടക്കട്ടെ. 70 തികഞ്ഞതിന്റെ ആഘോഷവും അതിന്റെ പേരിലുള്ള വെട്ടിവീഴുകളും എല്ലാം നടക്കട്ടെ. ഇത്രയും കാലം ജീവിച്ചതിന്റെ തട്ടുകേട് തീർക്കാനും ഇനിയും ചെയ്തു കൂട്ടാൻ പോകുന്നതിന്റെ കണക്കെടുപ്പ് നടത്താനും 1000 പൂർണ്ണയന്ത്രന്മാരെ കണ്ട് അഹങ്കരിച്ച് ജീവിക്കാൻ ഈ ആയുസ് ഇനിയും ബാക്കിയുണ്ടാന്ന് വ്യാമോഹിക്കണ്ട. നല്ല നേരം നോക്കി മാമൂദ് സമുക്കി 4 നേരം അന്നം കൊടുത്ത് തീറ്റിപ്പോറ്റി വളർത്തിയ മക്കളോടും കൂടി പറഞ്ഞേക്ക്. വക്കീലേ, എന്തോ ഏത് പ്രമാണത്തിലോട്ടാ കൊച്ചുകുഞ്ഞ് ഒപ്പിടേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇനി ഈ തറവാട്ടുമുറ്റത്ത് ഇപ്പൊ കണ്ട പോലെ കൂടപ്പുറപ്പുകളായിട്ട് യുദ്ധം ആവർത്തിക്കാതിരിക്കാനാ. പിന്നെ എല്ലാം കൂടെ വീതിച്ച് വിളമ്പി കഴിവേറ്റുമ്പോ അതിന്ന് ഒരു തരി മണ്ണി കൊച്ചുഞ്ഞിന് വേണ്ട. ഈ രണ്ട് മനസ്സല്ലാതെ.
അവകാശികളെല്ലാവരും ഒപ്പുവെച്ച സ്ഥിതിക്ക് ഇനി വസ്തു കൈമാറ്റമാകും. ഈ കൈമാറുന്നത് ഒരു വസ്തുവിന്റെ പ്രമാണമല്ല, ഞങ്ങളുടെ അപ്പന്റെ പ്രാണന. ഈ മണ്ണിൽ വധച്ചതൊന്നും 100 മേനി കൊയ്യാതെ പോയിട്ടില്ല. ஆண்டவா பழனி முருகா. இல்ல சார், அப்பாவும் மக்களும் சின்ன மக்களும் பிராணன் சமம் உண்டாக்கி எடுத்த ഈ சொத்து கண்டிப்பா இங்கத்தான் இது போல காணும். அதுவும் 100க்கு 100 மேனி விளைஞ்சுதான் காணும். இது வாங்குறதுக்கு சரியாய உணர் நான் இல்லை, நான் வெறும் பினாமி. அந்த பெரிய ஆளு தோ வராரு. ജീവിച്ചിരിക്കുമ്പോ ജരാനരകൾ ബാധിക്കും, അത് സ്വാഭാവികം. പക്ഷേ മരിച്ച് മണ്ണടിഞ്ഞു പോയിട്ടും നരബാധിച്ചു പോയ ഒരു മനുഷ്യനാണ് ഞാൻ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ പറയാം. പണ്ട് ഊരിതന്റെ ഈ മുറ്റത്ത് കയറി വന്നൊരു നാടകക്കാരനാണ്. പേര് ദാവീദ്. வாங்க சார் வாங்க. முதல்ல இந்த பிரமாணம். പ്രമാണം വടക്കം വീട്ടിൽ തറവാടിന്റെ പ്രതാപവും പ്രമാണവും കണ്ടിട്ടല്ല പണ്ടും ഞാനിവിടെ കയറി വന്നത്. ഇപ്പോഴും അതല്ല, എനിക്കതൊട്ട് വേണ്ടതാണ്. പണ്ട് ഇവിടുത്തെ പടിപ്പുരയ്ക്ക് കീഴെ എനിക്കൊരിടം തന്ന വടക്കം വീട്ടിൽ കൊച്ചൌസേപ്പ് എന്ന വലിയ മനുഷ്യൻ ചോരയും വിയർപ്പ് ഒഴുക്കി ഉണ്ടാക്കിയ ഈ മണ്ണ് എനിക്ക് വേണ്ട. അത് സ്വന്തമാക്കാനും അനുഭവിക്കാനും മാത്രം വളർന്ന ഒരുത്തനുണ്ട് ഇവിടെ. ഈ ഊരുതണ്ടിയുടെ ചോരയില് ഈ തറവാട്ടിലെ തന്തയ്ക്ക് പറഞ്ഞതല്ല, അമ്മയ്ക്ക് പറഞ്ഞൊരു മകൻ. നിങ്ങളൊക്കെ ഓമന പേരിട്ട് വിളിച്ച ഈ താന്തോന്നി ഇവനാ ഇത് വാങ്ങിയത്. അതിനും മാത്രം വളർന്നിട്ട് തന്നെയാ ഇവൻ നിങ്ങളുടെ മുമ്പിലൊക്കെ അഭിനയിച്ചതും. പുതിയച്ച, ഉള്ളം കൈ വേർക്കില്ലെങ്കില് ആ കയ്യിലിരിക്കുന്ന പ്രമാണം അവനും കൊടുത്തേക്ക്. വേണ്ട. പ്രതാപത്തിന്റെ അഹങ്കാരം കൊണ്ട് ലോകത്തിൽ ഇന്നേ വരെ ഒരു മണിമാളികയും ആകാശത്തോളം ഉയർന്നിട്ടില്ലടോ. എന്നും നന്മയുടെ ആ ആകാശം കൈവെള്ള കൊണ്ട് തൊട്ടത് കലാകാരനാ. വാളുകൊണ്ട് ഒരു തല കൊയ്യാനാവും, പക്ഷെ വാക്കുകൊണ്ട് മുറിയുന്നത് മനസ്സാ. അതുകൊണ്ടായിരിക്കും അന്നെന്നെ മണ്ണിട്ട് മൂടാൻ നീലകണ്ഠന്റെ കയ്യിൽ നിങ്ങളൊരു കൊടുവാള് കൊടുത്തു വിട്ടപ്പോ അവനതിന് പറ്റാതെ പോയത്. ഞാൻ കാരണം മുറിവേറ്റൊരു മനസ്സുണ്ട് ഇവിടെ. ആ മുറിവുണക്കാൻ മരുന്നായിട്ട് ഇനി ഒരു വാക്കേ ബാക്കിയുള്ളൂ. മാപ്പ്. കത്രീനെ, എനിക്ക് വേണ്ടി കരയാൻ ഇനിയും കണ്ണീര് ബാക്കിയുണ്ടോ നിനക്ക്? ഒരു സ്വപ്നാണെന്ന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ദേശാടന പക്ഷികൾ അങ്ങനെയാടി. ഏതോ ദേശത്ത് ഏതോ ചിലയിൽ കൂടുവയ്ക്കും. പിന്നെ
രാവും പകലും കടലുകൾ താണ്ടി ആ കൂട്ടിലേക്ക് പറന്നെത്തുന്നത് അവരുടെ മക്കളായിരിക്കും. ലക്ഷ്യത്തിലെത്തും മുമ്പേ ചിറകൊടിഞ്ഞു പോയ ഈ ദേശാടന പക്ഷിക്ക് പണ്ട് വെച്ച ജില്ലയിലെ കൂട്ടിലേക്ക് പറന്നെത്താൻ നീ ഒരു മോനെ തന്നു. അപ്പന്റെ വഴികാട്ടിയായ എന്റെ കുട്ടി കുറുമ്പൻ നിന്റെ താൻ തോന്നി. ആശാനെ ഓവറാക്കല്ലേ. ആശാനേന്നോ? അപ്പാന്ന് വിളിയടാ, താൻ തോന്നി. അമ്മച്ചേ, ഇനി എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയാലും വേണ്ടതല്ല. ഞാനൊരു കാര്യം അങ്ങോട്ട് ചെയ്യാൻ പോവാ. നിനക്ക് നോവില്ലെന്നറിയാം. എന്നാലും ഇത്രയും കാലം ഈ പാവ അമ്മച്ചോട് ഇത് മറച്ചു വെച്ചില്ലേ, അതിന് ഇതൊരെണ്ണം നല്ലതാ. ഇപ്പൊ സന്തോഷമായല്ലോ എന്റെ മോനെ. സന്തോഷം. അങ്ങനെ കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ.